2025 റെസൊല്യൂഷൻ എടുക്കുമ്പോൾ ഞാൻ എടുക്കുന്ന ഒന്നാമത്തെ റെസൊല്യൂഷൻ സ്റ്റോപ്പിംഗ് ഓൾ ഹെയർ ട്രീറ്റ്മെന്റ്സ് ഐ ഹാവ് ഡൺ ബിഫോർ. നമ്മുടെ ഇസ്തിരിപ്പെട്ടിയില്ലേ, അതൊക്കെ വെച്ചത് ഇങ്ങനെ മുടി തേക്കാൻ തുടങ്ങി. നിങ്ങളുടെ സൊസൈറ്റി, നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ് ഒക്കെ പറയും സ്ട്രൈറ്റ് ചെയ്യുന്ന, ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ മര്യാദയ്ക്ക് ചുരുണ്ടമുടിയും വെച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ ഒരു ആഗ്രഹം വന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ കമൻറ്റ് സെക്ഷനിൽ കണ്ട ഒരുപാട് പേരും അതുപോലെ റിഗ്രറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു ബ്രാൻഡ് നല്ലതായിരുന്നു, നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ഷൈൻ തരുന്ന ഒരു കണ്ടീഷണർ ഷാമ്പു ആയിരുന്നു. ഇത് മുടി കൊഴിച്ചിൽ വരാൻ തുടങ്ങി, മുടിക്ക് മാനേജബിൾ അല്ലാതെ തുടങ്ങി, സ്പ്ലിറ്റ് എൻഡ്സ് വന്നു തുടങ്ങി, ഒരുപാട് ഇഷ്യൂസ് വന്നു തുടങ്ങി. ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഹെയർ സ്റ്റൈൽസ് അല്ലെങ്കിൽ എൻ്റെ മുടിയിൽ ഞാൻ ചെയ്തിട്ടുള്ള ദ വേസ്റ്റ് മണ്ടത്തരങ്ങൾ. എൻ്റെ ഹെയർ സ്റ്റൈൽ മണ്ടത്തരങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ ആദ്യം എൻ്റെ ഹെയർ എങ്ങനെ ഇരുന്നെന്ന് കാണണം. അപ്പം നിങ്ങൾ എല്ലാവരും പോയി എൻ്റെ ആദ്യത്തെ ഹെയർസ് ഒക്കെ കണ്ടിട്ട് വാ. ഞാൻ ജനിക്കുന്ന സമയത്ത് എൻ്റെ മുടി എനിക്ക് ഭയങ്കര മൊട്ടത്തലയായിരുന്നു. പിന്നെ അമ്മ എന്തൊക്കെ എണ്ണയൊക്കെ തേച്ച് എൻ്റെ മുടി കുറച്ച് വലുതാക്കിക്കൊണ്ട് വന്നായിരുന്നു. അതൊക്കെ വന്ന നൂഡിൽസ് മുടിയായിരുന്നു. ഒരു ചകിരി പോലെ ഇരിക്കുന്ന മുടി ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ മുടീനെ ഒരു CGM ഒക്കെ ചെയ്ത് ഞാനൊരു കോളേജ് ടൈമൊക്കെ ആയപ്പോൾ CGM എന്ന് വെച്ചാൽ കേളി ഗേൾ മെത്തേഡാണ്. നമ്മുടെ നോർമലി ഉള്ള ഈ ഒരു ചുരുണ്ട മുടിയുള്ള നമുക്ക് കുറച്ചും കൂടി ഹൈഡ്രേറ്റഡ് ആയിട്ട് മാനേജബിൾ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എന്നല്ല, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു CGM എന്ന് പറഞ്ഞ മെത്തേഡ്. അപ്പം ഞാൻ അത് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ മര്യാദയ്ക്ക് ചുരുണ്ടമുടിയും വെച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ ഒരു ആഗ്രഹം വന്നു. ഞാനിങ്ങനെ ഡാൻസ് പ്രോഗ്രാംസിനും അല്ലെങ്കിൽ ഇങ്ങനെ ഇവൻസിനും മേക്കപ്പിനൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഹെയർ സ്ട്രൈറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നി ഇത് കൊള്ളാം, എൻ്റെ ഫേസിന് ചെയ്യുന്നുണ്ടെന്ന് തോന്നി. അങ്ങനെ കുറച്ച് പേരൊക്കെ ഈ ഹെയർ സ്റ്റൈൽ കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ മുടിയിൽ സ്ട്രൈറ്റ് മുടി നല്ലതാണെന്നൊരു ഇത് എൻ്റെ മനസ്സിൽ വരുത്തിച്ചു. ഞാൻ ഈ മണ്ടകുത്തിത്തരം കാണിച്ച് ഞാൻ വിചാരിച്ചു എനിക്ക് സ്ട്രൈറ്റ് മുടി ചേരും എന്നെനിക്ക് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്തു, സ്ട്രൈറ്റ്നറൊക്കെ വെച്ച് പിടിക്കാൻ തുടങ്ങി. പിന്നെ നമ്മുടെ ഇസ്തിരിപ്പെട്ടിയില്ലേ, അതൊക്കെ വെച്ചത് ഇങ്ങനെ മുടി തേക്കാൻ തുടങ്ങി. ഇസ്തിരിപ്പെട്ടി എടുക്കുന്നു, മുടിയിൽ പിടിക്കുന്നു, ഒറ്റ തേപ്പ്. അങ്ങനെ ചെയ്യാത്ത പെൺപിള്ളേർ മിക്കവാറും വളരെ കുറവായിരിക്കും. കാരണം സ്ട്രൈറ്റ്നറൊക്കെ നമുക്കൊന്ന് അഫോർഡബിൾ അല്ലായിരുന്നു, കുറച്ചും കൂടി റേറ്റൊക്കെ കൂടിയതായിരുന്നു. അപ്പം ഹെയർ സ്ട്രൈറ്റനിങ് തുടങ്ങി. നല്ലപോലെ ഇവിടെയൊക്കെ ചുരുണ്ടിരുന്ന മുടീനെ ഞാൻ ഈ ഇസ്തിരിപ്പെട്ടി വെച്ചും സ്ട്രൈറ്റ്നർ വെച്ചൊക്കെ നല്ല രീതിക്ക് സ്ട്രൈറ്റ് ചെയ്തങ്ങ് വിടാൻ തുടങ്ങി. അപ്പോഴേ എനിക്ക് ഈ ഹീറ്റ് പ്രൊഡക്റ്റിൻ്റെ ഷാമ്പുവും ഹീറ്റ് പ്രൊഡക്റ്റിൻ്റെ സ്പ്രേനെ പറ്റിയൊന്നും വലിയ ഐഡിയ ഇല്ല. ഞാൻ എൻ്റെ കൈ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് മുടിയൊക്കെ അങ്ങ് സ്ട്രൈറ്റ് ചെയ്ത് വിടും. അങ്ങനെ ഇരുന്ന സമയത്ത് മുടി കൊഴിച്ചിൽ വരാൻ തുടങ്ങി, മുടിക്ക് മാനേജബിൾ അല്ലാതെ തുടങ്ങി, സ്പ്ലിറ്റ് എൻഡ്സ് വന്നു തുടങ്ങി, ഒരുപാട് ഇഷ്യൂസ് വന്നു തുടങ്ങി. അപ്പോഴാണ് ഞാൻ ബോട്ടോക്സ് ചെയ്യാൻ തീരുമാനിച്ചത്. നെക്സ്റ്റ് എൻ്റെ മണ്ടത്തരം ബോട്ടോക്സ് ആക്ച്വലി ഞാൻ വീഡിയോസിലൊക്കെ പറഞ്ഞ് മടുത്തു, പ്രൊമോഷൻ ആയിരുന്നു. പക്ഷേ അവർ നല്ല അടിപൊളിയായിട്ടാണ് എൻ്റെ ബോട്ടോക്സ് ചെയ്യുന്നത്. ഒരുപാട് സമയമൊക്കെ എടുത്താണ് ചെയ്തത്. അത് ചെയ്തത് മണ്ടത്തരം എന്ന് പറയാൻ കാരണം അതിൻ്റെ എഫക്റ്റ് ഇതുവരെയും പോയിട്ടില്ല. അത്രയും എൻ്റെ ഹെയറിനെ നല്ല രീതിയിൽ കൊണ്ടുപോയൊരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ബോട്ടോക്സ്. ആ ഒരു സ്ട്രൈറ്റ് മുടി ഇതുവരെയും പോയിട്ടില്ല. ഇപ്പോൾ ഒരു 9-10 മാസമായി, ഒരു വർഷം ആവാറായി അറൗണ്ട്. ഇതുവരെയും ബോട്ടോക്സിൻ്റെ ആ ഹെയർ പോയിട്ടില്ല. പുതിയ ഹെയർ മാത്രമാണ് എൻ്റെ ഹെയറിൽ തലയിൽ വളർന്നു വന്നത്. പുതിയ ഹെയർസ് മാത്രം വരുന്നു, ബാക്കിയുള്ള എല്ലാം അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ നൂഡിൽസ് മുടിയായിരുന്നു. ഞാൻ മുടി ഒട്ടും കെയർ ചെയ്യാതെ അതിനെ CGM ചെയ്ത മുടീനെ ഞാൻ വീണ്ടും സ്ട്രെയിറ്റ്നർ വെച്ച് സ്ട്രെയിറ്റ് ചെയ്ത് അതിനെ പിന്നെ ഞാൻ കൊണ്ടുപോയി ബോട്ടോക്സ് ചെയ്ത്. അങ്ങനെ ഇത്രത്തോളം മണ്ടത്തരങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. മണ്ടത്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. എനിക്ക് ഒരുപാട് കമൻസ് ഒക്കെ വരുന്നുണ്ട്, ചേച്ചി ഞാനും ഇതുപോലത്തെ ഒരു ഘട്ടത്തിൽ കടന്നു പോയതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഈ ബോട്ടോക്സും ഹെയർ സ്ട്രൈറ്റനിങ്ങും എല്ലാം ചെയ്തിട്ടിരുന്ന മുടിയായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഓരോരോ ഹെയർ സ്റ്റൈൽസ്, മുടീനെ കട്ടിയായിട്ട് ബാക്കിലോട്ട് വലിച്ചു കെട്ടുന്ന പോണിറ്റെയിൽസ്, അങ്ങനത്തെ കുറേ മണ്ടത്തരങ്ങൾ എൻ്റെ മുടി ചെയ്തു. ഹീറ്റ് പ്രൊട്ടക്റ്റൻ്റ് ഉപയോഗിക്കാത്ത ഹെയർ ഹീറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ബോട്ടോക്സ് ഇട്ട് നമ്മളിപ്പോൾ ഒരു 4-5 മാസം കഴിയുമ്പോൾ വീണ്ടും ബോട്ടോക്സ് ഇടണം. ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇടയ്ക്കിടയ്ക്ക് സ്പായൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഞാൻ പേര് പോലും അറിയാത്ത സ്പായൊക്കെ പോയി എവിടെ നിന്നൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ കുറേ മണ്ടത്തരങ്ങളും കൂടി ഞാൻ എൻ്റെ ഹെയറിൽ ചെയ്തു. ഒരിക്കലും നമ്മൾ തലയിൽ അല്ലെങ്കിൽ ബോഡി കഴുകാനായിട്ട് യൂസ് ചെയ്യുന്ന തോർത്തില്ലേ, നമ്മുടെ നാടൻ തോർത്ത്, ആ തോർത്ത് വെച്ച് നമ്മുടെ തല ഒരിക്കലും നമ്മൾ ഡ്രൈ ആക്കരുത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുടി ഒരുപാട് പൊട്ടിപ്പോവുകയും ചെയ്യും, നമ്മുടെ മുടി കുറച്ചും കൂടി ഫ്രിസി ആവുകയും ചെയ്യും. നമ്മൾ ചെയ്യേണ്ടത് മൈക്രോ ഫൈബേഴ്സിൻ്റെ ടവലുണ്ട്. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ ഹെയർ തോർത്തുന്നതെങ്കിൽ അതിന് പ്രശ്നമൊന്നും വരത്തില്ല. അപ്പോൾ മൈക്രോ ഫൈബറിൻ്റെ ടവൽസ് എല്ലാവരും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പില്ലോ കേസ് ഇല്ലേ, ലൈക്ക് ഒരു കോട്ടൻ്റെ പില്ലോ കേസൊക്കെ ആണെങ്കിൽ അത് നല്ല രീതിക്ക് ഹെയറിൽ ഫ്രിസിനെസ് ഉണ്ടാക്കുക. ആ ഫ്രിക്ഷൻ വന്നിട്ട് നമ്മുടെ ഹെയറിൽ മൊത്തം സ്പ്ലിറ്റ് എൻഡ്സ് വരും. അപ്പോൾ അത് നമ്മൾ എന്തായാലും അവോയ്ഡ് ചെയ്യുക. അപ്പോൾ അടുത്ത പോയിൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു സാറ്റിൻ പില്ലോ കേസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. 2025 റെസൊല്യൂഷൻ എടുക്കുമ്പോൾ ഞാൻ എടുക്കുന്ന ഒന്നാമത്തെ റെസൊല്യൂഷൻ സ്റ്റോപ്പിംഗ് ഓൾ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ഐ ഹാവ് ഡൺ ബിഫോർ. എല്ലാ ട്രീറ്റ്മെൻറ്റ്സും ഞാൻ ഒരിക്കലും ഒന്നിന്ന് ചെയ്യത്തില്ല, എല്ലാം ഞാൻ സ്റ്റോപ്പാക്കാൻ പോവാണ്.
പന്നക്കാക്ക. ഞാൻ എപ്പോൾ വീഡിയോ എടുത്താലും ആ വാതിക്ക് വന്നിരുന്ന് കരച്ചിലാണ് എൻ്റെ ജോലി. നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് എന്നാണ് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്, ഓരോ ശബ്ദങ്ങൾ എടുക്കുന്നത്. അപ്പം ഹെയർ ട്രീറ്റ്മെൻറ്റ് എനിക്ക് എത്രത്തോളം അഫക്റ്റീവ് ആയിരുന്നു, എൻ്റെ നാച്ചുറലായിട്ടുള്ള ഹെയറിനെ എങ്ങനെയൊക്കെ ഡാമേജ് ചെയ്യുന്നു എനിക്ക് നല്ല രീതിക്ക് അറിയാം. അപ്പം എനിക്ക് നിങ്ങളുടെ കേളി കുഞ്ഞുങ്ങളെ നിങ്ങളോടാണ് പറയാനുള്ളത്. നല്ല കേളി മുടിയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ സൊസൈറ്റി, നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സൊക്കെ പറയും സ്ട്രെയിറ്റ് ചെയ്യുന്നു, ഒരിക്കലും ചെയ്യരുത്. ഇവിടെ നിന്നൊക്കെ നാച്ചുറൽ മുടി വരുമ്പോൾ ഞാൻ കരയുവാണ് ഗൈസ്, പൊട്ടിക്കരയുവാണ്. ഇതൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കേളിയാക്കി എടുക്കണം. ഇവിടെ കേളി ഹെയർ വരുന്നുണ്ട്, അതിലെനിക്ക് സന്തോഷമുണ്ട്. അപ്പം ഞാൻ എൻ്റെ കേളി ഹെയറിനുള്ള യാത്ര ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ള ഈ ഒറ്റ കാര്യമാണ്, ഒരിക്കലും മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നിങ്ങളുടെ നാച്ചുറൽ മുടിയെ നശിപ്പിക്കരുത്. എപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ഇങ്ങനെ റിഫ്രഷ് ചെയ്താലും വരുന്ന ഒരു കണ്ടന്റ് ഈ ഒരു ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹെയർ ട്രീറ്റ്മെൻറ്റ്, ബാക്കി കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടുള്ള വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഇടുന്നത്. ഇന്ന് ഞാൻ ഇത്തിരി മണ്ടത്തരങ്ങളുടെ ഘോഷയാത്രയെ പറ്റിയാണ് പറയാൻ വേണ്ടി വന്നത്. ദയവേത് നിങ്ങൾ ഞാൻ ചെയ്ത മണ്ടത്തരങ്ങൾ ആവർത്തിക്കരുത്, കാരണം ഞാനതിൽ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ കമൻറ്റ് സെക്ഷനിൽ കണ്ട ഒരുപാട് പേരും അതുപോലെ റിഗ്രറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഉള്ളിൽ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് എടുക്കണം, അല്ലെങ്കിൽ സ്ട്രെയിറ്റിംഗ് ട്രീറ്റ്മെൻറ്റ് എടുക്കണം, കെരാറ്റിൻ എടുക്കണം ആഗ്രഹമുള്ളവരാണെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കുക. അത് എടുത്താൽ മാത്രം പോരാ, അതിൻ്റെ ആഫ്റ്റർ കെയർ നല്ല രീതിക്ക് നോക്കണം. ഷാമ്പൂവും കണ്ടീഷനും കാര്യങ്ങളൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ്. നമ്മൾ ഓരോ മാസവും സ്പാ ചെയ്യേണ്ടി വരും. 4 to 5 months കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അതെല്ലാം നല്ല എക്സ്പെൻസീവും ആണ്. നമ്മൾ അത്രത്തോളം എക്സ്പെൻസീവ് ആണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മൾ അത്രത്തോളം എഫേർട്ട് എടുത്ത് അതിനെ കെയർ ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ പണിക്ക് നിൽക്കരുത്. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഹെയർ ഞാൻ കട്ട് ചെയ്തു. കുറേ പേര് വന്ന് ചേച്ചി ഹെയർ സ്റ്റൈൽ കൊളായതാണോ, ഹെയർ കട്ട് കൊളായതാണെന്നൊക്കെ. കൊളായതൊന്നുമല്ല, ഞാൻ പാർലറിൽ പോയി തന്നെയാണ് ചെയ്തത്. കാരണം എൻ്റെ ഇങ്ങനെ ഇരുന്ന മുടിയുണ്ടല്ലോ, ഈ താഴത്തെ മുടി മൊത്തത്തിൽ ഞാൻ വെട്ടി. എനിക്കത് കണ്ടിട്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല ഗേൾസ്. കാരണം എൻ്റെ ആ ഒരു സ്ട്രെയിറ്റ് മുടി, ഇങ്ങനെ ബോട്ടോക്സ് മുടി ഇരിക്കുന്ന കാണുമ്പോൾ എൻ്റെ മനസ്സ് ഉള്ളിൽ ഇങ്ങനെ വെമ്പുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് വെട്ടിക്കളഞ്ഞത്. ഇനി ഞാൻ ചെയ്യാമെന്ന് വെച്ചാൽ കേളി ഹെയറിനെ തിരിച്ചുകൊണ്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമാണ് എൻ്റെ ആകെയുള്ള ഇപ്പോഴത്തെ സമ്പാദ്യം. പിന്നെ ആ മുടിയിൽ നിന്ന് ഞാൻ കെയർ ചെയ്യുന്നുണ്ട്. കെമിക്കൽസ് മാത്രം മാക്സിമം മാറ്റി നിർത്തിയിട്ട് അല്ലാതെ മുടിയിൽ ഞാനൊന്ന് അടിപൊളിയായിട്ട് കൊണ്ടുവരുന്നുള്ള കുറച്ച് പരിപാടികളുണ്ട്. അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് പ്രോഡക്ട്സ് നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. ഞാൻ എൻ്റെ ഹെയറിൽ യൂസ് ചെയ്യുന്ന ഹീറ്റിംഗ് പ്രോഡക്ട്സ് ഇല്ലേ, എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ലതാണെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് ഉപകരണങ്ങളും കൂടി ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഡെമോ വീഡിയോ ഞാൻ ചിലപ്പോൾ ഷോർട്സ് ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ കാണാത്തവരും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചോ, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ബെൽ ബട്ടണൊക്കെ അനേബിൾ ആക്കി വെച്ചോ. കാരണം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരാനായിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹെയർ പ്രൊഡക്ട്സ് ആണ്. ഹെയറിനെ നമ്മളിപ്പോൾ കേളാക്കാനും സ്ട്രൈറ്റ് ആനൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഉപകരണങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. നിങ്ങളത് വാങ്ങിക്കണമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ സാധനങ്ങൾ വാങ്ങിക്കാം. കാരണം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഓർത്തുള്ള സാധനങ്ങളായിരുന്നു. ഇത് നമ്മുടെ ഒരു അർബൻ യോഗിൻ്റെ മേക്ക് മീ ബോൾഡ് എന്ന് പറയുന്ന ഒരു ഹെയർ ഹീറ്റ്, നമുക്കിപ്പോൾ ഹെയർ സ്ട്രെയിറ്റ് ആകാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇത് ഞാൻ യൂസ് ചെയ്തത് എനിക്ക് പ്രൊമോഷൻ ആയിട്ട് അവർ അയച്ചു തന്നെയാണ്. പക്ഷേ ഇത് യൂസ് ചെയ്യാൻ നല്ല എളുപ്പമായിരുന്നു. ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. ചെയ്യുന്ന മേക്ക് ഓവർ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എന്തായാലും കണ്ടു നോക്കാം. ഇനി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രെയിറ്റ്നറാണ്. ഇത് വന്നേക്കുന്ന ഫിലിപ്സിൻ്റെ ഒരു സ്ട്രെയിറ്റ്നറാണ്. നിങ്ങൾക്ക് കാണാം, ഫിലിപ്സിൻ്റെ സ്ട്രെയിറ്റ്നർ വളരെ വിലക്കുറവ്, അഫോർഡബിൾ ആണ്. എനിക്ക് ഒരു 800-700 റുപ്പീസിലെന്തോ വാങ്ങിച്ചാണ്. ഒരുപാട് പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ഈ സാധനം എനിക്ക് ആക്ച്വലി വർത്തായിരുന്നു. സംഭവം ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് എളുപ്പമായതുകൊണ്ട് ഹെയറിൽ ഇങ്ങനെ വെച്ചിട്ട് സ്ട്രെയിറ്റ് ചെയ്തിടാം. ഇപ്പം എനിക്ക് കേളി ഹെയർ വീട്ടിൽ നമുക്കിപ്പോൾ ഇവൻസിലൊക്കെ പോകണമെങ്കിൽ ജസ്റ്റ് ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ യൂസ് ചെയ്യുക, പിന്നെ ഇതിങ്ങനെ വെക്കുക, സ്ട്രെയിറ്റ് ചെയ്തെടുക്കുക. നല്ലോണം വരും. ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് എന്നല്ല, പക്ഷെ നമുക്ക് യൂസ് ചെയ്യാൻ അഫോർഡബിളും ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഹെയർ സ്ട്രെയിറ്റ്നർ വാങ്ങിക്കുന്നത്. പിന്നെ അടുത്ത സാധനം എന്ന് പറയുന്നത് ഈ ഒരു കേളറാണ്. ആക്ച്വലി ഇത് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. കുറച്ച് നീളം കൂടുതലാണ്, എന്നാലും നമുക്ക് അത്യാവശ്യം കേൾ ചെയ്തിടാൻ നല്ലതാണ്. ഞാൻ ഷോർട്ട്സ് ഹെയർ ആക്കിയതിന് ശേഷം ഇത് പിന്നെ അധികം യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് ഓരോ സ്റ്റാൻഡേർഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് ഇത് കേളാക്കി ഇടാൻ പറ്റും. ഇതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷോർട്ടായിട്ട് കാണിക്കാം, കാരണം ഇങ്ങനെ ഇതിപ്പോൾ കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് തരാം. പിന്നെ ഈ കുഞ്ഞു ബോർഡിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന ഒരു ഹെയർ സെറമാണ്. ഇത് ട്രെസ്മീൻ്റെ കെരാറ്റിൻ സ്മൂത്ത് എന്ന് പറയുന്ന ഒരു ഹെയർ സെറാണ്. ആക്ച്വലി ഞാൻ ബോട്ടോക്സ് ചെയ്ത സമയത്താണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഞാൻ അധികം യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്. നല്ല സ്മെല്ലാണ്. ആക്ച്വലി എനിക്ക് അത്യാവശ്യം ഉപയോഗമുള്ള സാധനം തോന്നിയിട്ടുണ്ട്. എനിക്കങ്ങനെ ഹെയർ പൊഴിച്ചിലോ ഒന്നുമില്ല. ഇതിന് മുന്നേ ഞാൻ സ്റ്റീക്സിൻ്റെ യൂസ് ചെയ്തു. സ്റ്റീക്സിൻ്റെ സ്മെല്ല് എനിക്ക് അത്ര പിടിച്ചില്ല. എനിക്കൊരു തലവേദനയൊക്കെ ആയിരുന്നു അത് യൂസ് ചെയ്യുമ്പം. അതിനുശേഷം ഞാൻ ട്രെസ്മീൻ്റെ വാങ്ങിക്കുന്നത്. ഞാൻ എന്നൊന്നും യൂസ് ചെയ്യത്തില്ല, പക്ഷെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അത്യാവശ്യം ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ട്.
ഇനി ഞാൻ യൂസ് ചെയ്തിരുന്ന ഷാമ്പൂവും കണ്ടീഷണറും നിങ്ങൾക്ക് കാണിച്ചു തരാം. റോക്കോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഷാമ്പൂവും കണ്ടീഷണറും ആയിരുന്നു. തീർന്നു പോയി, ഞാൻ വെള്ളം നിറച്ച് വെച്ചേക്കും. അതാണ് ഞാൻ പൊട്ടിപ്പിടിച്ചിട്ട് തിരിച്ച് കാണിച്ചത്. ഒരു ബ്രാൻഡ് നല്ലതായിരുന്നു, നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ഷൈൻ തരുന്ന ഒരു കണ്ടീഷണർ ഷാമ്പൂ ആയിരുന്നു. ഇക്കാലത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷാമ്പൂവും കണ്ടീഷണറാണ്. ഞാൻ CGM ആക്ച്വലി പണ്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഈ ഒരു ഷാമ്പൂവും കണ്ടീഷണറാണ് യൂസ് ചെയ്തത്. ഷാമ്പൂ, കണ്ടീഷണർ, ഹെയർ ജിഫൈൻ, ഹെയർ മോസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഇപ്പം ഞാൻ 2 മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഈ കേളപ്പിൻ്റെ ഷാമ്പൂവും കേളപ്പിൻ്റെ എണ്ണ കണ്ടീഷണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സംഭവം എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. എല്ലാവരുടെ ഹെയറിന് ഇത് എത്രത്തോളം വർത്താവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് അടിപൊളിയായിരുന്നു. അപ്പം നിങ്ങൾ ആരെങ്കിലും കേളി ഹെയർ ആക്കാൻ നോക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ട്രൈ ചെയ്യാം. പിന്നെ വേറൊരു ബ്രാൻഡും ഉണ്ട്, ഫിക്സ് മൈ കേൾസ്. ഫിക്സ് മൈ കേൾസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് കുറച്ച് സ്റ്റിക്കി ആയിരുന്നു, പക്ഷേ ഇത് കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഹെയറും ഹെയർ ട്രീറ്റ്മെൻറ്റ്സും ഹെയറിൻ്റെ പ്രൊഡക്ട്സും കാര്യങ്ങളും എല്ലാം. ഞാൻ ചെയ്ത മണ്ടത്തരങ്ങളെ പറ്റിയും ഞാനിപ്പോൾ കറൻ്റ് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിനെ പറ്റിയൊക്കെ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിക്കുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കൊതു കുത്തട്ടെ. അപ്പം നിങ്ങൾക്ക് ഇനി കാണാൻ ആഗ്രഹമുള്ള വീഡിയോയും കൂടി കമൻറ്റ് ചെയ്തോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇപ്പോൾ കേളി മുടിയും ഇങ്ങനത്തെ ഹെയർ ട്രീറ്റ്മെൻ്റ് ഒക്കെ അടിക്കടി ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ മണ്ടത്തരങ്ങളുടെ ഘോഷയാത്ര എന്നൊരു വീഡിയോയുടെ ഫസ്റ്റ് സീരീസാണിത്. സെക്കൻഡ് സീരീസ് വരുന്നതായിരിക്കും. അപ്പോൾ വരുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് കാണണമെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.